വിരമിച്ചവർ കളിക്കുന്ന ലെജൻസ് ലീഗിൻ്റെ ഫൈനലായിരുന്നു ഇന്ന്. ഇന്ത്യയും പാകിസ്ഥാനുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ നാണം കെട്ട് തോറ്റു. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് പാകിസ്ഥാനായിരുന്നു. അവർക്ക് ഇന്ന് മോശം തുടക്കമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഓവറിൽ തന്നെ അവരുടെ ആദ്യത്തെ വിക്കറ്റ് പോയി. പിന്നീട് അങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ ബൗളേഴ്സ് പാകിസ്ഥാനെ എറിഞ്ഞു വീഴ്ത്തി. 20 ഓവറിൽ 156 റൺസ് എടുക്കാനേ പാകിസ്ഥാനെ സാധിച്ചുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചത് ചെറിയ സ്കോറായിരുന്നു. സെമിയിൽ ഇന്ത്യ ഈസിയായിട്ട് 200 മുകളിൽ റൺസ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. റോബിൻ ഉത്തപ്പയും അംബാറ്റി റായുഡുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടാം ഓവറിൽ തന്നെ റോബിൻ ഉത്തപ്പയെ ഇന്ത്യക്ക് നഷ്ടമായി. സാധാരണ ഉത്തപ്പയാണ് അടിച്ചു കളിക്കാറ്. അതേ ഓവറിൽ തന്നെ റെയ്നയും ഔട്ടായി മടങ്ങി. ഇതോടുകൂടി ഇന്ത്യ ട്രാപ്പിലായി. എന്നാൽ പിന്നീട് അംബാറ്റി റായുഡു അടിച്ചു കളിച്ചു. 30 ബോളിൽ നിന്ന് 50 റൺസാണ് റായുഡു ഇന്ന് സ്വന്തമാക്കിയത്. അതുപോലെ ഗുർഗീത് സിംഗ് 34 റൺസും എടുത്തു. റായുഡുവാണ് ഇന്ത്യക്ക് മികച്ചൊരു സ്കോർ സമ്മാനിച്ചത്. റായുഡു ഇന്ന് പെട്ടെന്ന് ഔട്ടായെങ്കിൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയായേനെ. പിന്നീട് അവസാന നിമിഷം അടിച്ചു കളിച്ചത് യൂസഫ് പത്താനായിരുന്നു. 16 ബോളിൽ നിന്ന് 30 റൺസാണ് യൂസഫ് പത്താൻ അടിച്ചു കൂട്ടിയത്. യുവരാജിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വെറും 15 റൺസ് മാത്രമാണ് യുവരാജ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ യുവരാജ് നോട്ട് ഔട്ടായിരുന്നു. ടീമിനെ താങ്ങി നിർത്തിയത് യുവരാജ് ആയിരുന്നു. അങ്ങനെ ഇന്ന് ഇന്ത്യ 19 ഓവറിൽ കളി ജയിച്ചു. പാകിസ്ഥാൻ വീണ്ടും നാണം കെട്ടിരിക്കുകയാണ്. ലെജൻസ് ലീഗിൽ പോലും ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ പാകിസ്ഥാനെ സാധിക്കുന്നില്ല. എല്ലായിടത്തും ഇന്ത്യ തന്നെയാണ് കളി ജയിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.